കെ.പി. യോഹന്നാന്റെ ഘാതകർ ബെഞ്ച് ഫിക്സിംഗിന് ഡൽഹിയിലേക്ക്. കെ.പി. യോഹന്നാന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കേരള മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും അടക്കം പരാതികൾ നൽകിയിട്ടും നാളിതുവരെ ഒരു അന്വേഷണവും ആരംഭിച്ചിട്ടില്ല. എന്നാൽ ഞങ്ങൾ DGPക്ക് നൽകിയ പരാതിയിൽ അന്വേഷണം നടത്തി അത് തീർപ്പാകാതെ കെ.പി. യോഹന്നാനെ കുറിച്ചോ ബിലീവേഴ്സ് ചർച്ചിനെ കുറിച്ചോ അവരുടെ ബിഷപ്പുമാരെ കുറിച്ചോ ഞങ്ങൾ ഒരക്ഷരം മിണ്ടരുതെന്ന് ഞങ്ങൾക്ക് നൽകിയ മുൻകൂർ ജാമ്യ ഉത്തരവിന്റെ കണ്ടീഷനായി തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നിന്നും വിചിത്ര ഉത്തരവ് ലഭിച്ചപ്പോൾ പരാതിക്കാരനായ ജോജു പ്ലാച്ചർ എന്ന സിൽവാനോസ് പറഞ്ഞത് ഞങ്ങൾ പണമിറക്കി നേടിയ വിജയം എന്നാണ്. CPM അനുഭാവിയും ബാർ അസോസിയേഷൻ നേതാവുമായ വക്കീലിന്റെ സഹായത്താൽ തിരുവനന്തപുരത്തെ ഒരു മുതിർന്ന സെറ്റിൽമെന്റ് വക്കീലും അദ്ദേഹത്തിന്റെ മകൾ ജഡ്ജിമാരുടെ റെസിഡൻഷ്യൽ കോംപ്ലക്സിൽ താമസിക്കുന്നയാളുമായ ഇദ്ദേഹം മുഖേനയാണ് ഇപ്രകാരം ഒരു വിധി സമ്പാദിച്ചത് എന്നാണ് ഇവർ പറഞ്ഞു വരുത്തിയത്. അതുകൊണ്ട് തന്നെ ITV സുനിൽ ഇനി ഞങ്ങളുടെ പേര് ഉച്ചരിക്കണമെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കും എന്നും ഇദ്ദേഹം വീമ്പ് പറയുകയുണ്ടായി. സെഷൻസ് ജഡ്ജ് ജാമ്യ വ്യവസ്ഥയിൽ പറഞ്ഞിരുന്ന ഭരണഘടനാ വിരുദ്ധമായ പൗരന്റെ മൗലികാവകാശത്തെ ഹനിക്കുന്ന ആ ക്ലോസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ട് എടുത്തു കളഞ്ഞതോടെ ഞങ്ങൾക്ക് വീണ്ടും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സത്യസന്ധമായ വാർത്ത നൽകുവാനുള്ള അവസരം ലഭിച്ചു. വാർത്തകൾ ഞങ്ങൾ വീണ്ടും നൽകി തുടങ്ങി. ഇതിൽ വേവലാതി പൂണ്ട സിജോ പന്തപ്പള്ളിയും ജോജു പ്ലാച്ചർ എന്ന സിൽവാനോസ് തങ്കപ്പനും പറയുന്നത് ഞങ്ങൾ ഡൽഹിയിൽ ബെഞ്ച് ഫിക്സ് ചെയ്തിട്ടുണ്ടെന്നും 2 ദിവസത്തിനുള്ളിൽ ITV ന്യൂസിന്റെ വായടപ്പിക്കുവാനുള്ള വിധി ഞങ്ങൾ മേടിക്കുമെന്നുമാണ്. ഇതാദ്യമായാണ് ഞങ്ങൾ ബെഞ്ച് ഫിക്സിംഗ് എന്ന പദം കേൾക്കുന്നത്. ഇരിട്ടി സ്വദേശിയും ന്യൂനപക്ഷ മോർച്ചയുടെ ദേശീയ കമ്മിറ്റി അംഗവുമായ ഒരു വക്കീലാണത്രേ ഇതിന്റെ ഇടനിലക്കാരൻ. ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്ത് അവർ ഡ്രാഫ്റ്റ് ചെയ്ത് നൽകുന്ന വിധി ലഭിക്കുവാൻ 2 കോടിയും 2 മാസം വീതം സ്റ്റേ നേടുവാൻ 1.5 കോടിയുമാണത്രേ ഇവർ പറയുന്ന തുക. അതിനായി പന്തപ്പള്ളി ഇന്ന് രാത്രി ഡൽഹിയിലേക്ക് പോവുകയാണ് പോലും. ഇതിനു മുമ്പും ഇത്തരം വിധികൾ സമ്പാദിച്ചിട്ടുണ്ട് എന്നാണ് അത്രേ പറയുന്നത്. ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം, ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന്. പക്ഷേ ഞങ്ങൾ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല. ഞങ്ങളെപ്പോലെയുള്ളവരുടെ പ്രധാന ആശ്രയം നീതിപീഠം മാത്രമാണ്. ഞങ്ങൾക്ക് ഇത്തരം അനുഭവവുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിൽ വിശ്വസിക്കുന്നുമില്ല. ബഹുമാനപ്പെട്ട നീതിപീഠത്തിൽ ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്നു. മതപരിവർത്തനത്തിനെതിരെ ഒരു വശത്ത് RSS നേതൃത്വം കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ മറുവശത്ത് കേരളത്തിലെ ചില BJP നേതാക്കൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടത്തുന്ന, ഏറ്റവും കൂടുതൽ ഹവാല ഇടപാടുകൾ നടത്തുന്ന, തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് പണമെത്തിച്ചു കൊടുക്കുന്ന, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് നൽകി സഹായിക്കുന്ന, ED റെയ്ഡ് നടത്തി ആയിരക്കണക്കിന് കോടികൾ കണ്ടുകെട്ടിയ, തിരുവല്ലയിലെ ബാങ്കുകളിൽ തന്നെ ഇപ്പോഴും 2000 കോടിയിലധികം കേന്ദ്ര സർക്കാർ ഫ്രീസ് ചെയ്തിട്ടിരിക്കുന്ന പണമുള്ള, ഗുരുതര ചട്ടലംഘനങ്ങളുടെ പേരിൽ FCRA അക്കൗണ്ടുകൾ കേന്ദ്ര സർക്കാർ മരവിപ്പിച്ച കെ.പി. യോഹന്നാന്റെ ഘാതകർക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുവാൻ മത്സരിക്കുകയാണ്. BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ കെ.പി. യോഹന്നാനോടും അദ്ദേഹത്തിന്റെ കമ്പനിയോടും അകലം പാലിച്ചപ്പോൾ നിലവിലെ അധ്യക്ഷൻ ഇവരുടെ ആശ്രിതനാണ്, അടുപ്പക്കാരനാണ്. അതുപോലെ ചില പ്രമുഖ BJP നേതാക്കൾ FCRA അക്കൗണ്ടുകൾ ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് കേന്ദ്ര നേതാക്കളുടെ പേരിൽ ശതകോടികളാണ് ഇവരുടെ കയ്യിൽ നിന്നും പിടുങ്ങിയത്. അതുപോലെ ലോകം മുഴുവൻ വെറുക്കുന്ന കെ.പി. യോഹന്നാന്റെ ആൾക്കാരെ കൂടെ കൂട്ടിയതിനാൽ പത്തനംതിട്ടയിലും കേരളത്തിലും ഇത്തവണ വൻ മുന്നേറ്റം ഉണ്ടാകുമെന്നിവർ കേന്ദ്ര നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിച്ചു. കെ.പി. യോഹന്നാന്റെ കയ്യിൽ നിന്നും ശതകോടികൾ തട്ടിയെടുത്തു. RSS അടക്കം ഇതിൽ നിരാശരായതുകൊണ്ടാണ് പത്തനംതിട്ടയിൽ മുൻകാലങ്ങളിൽ കിട്ടുന്നതിലും 60,000-ലധികം വോട്ടുകൾ കുറഞ്ഞുപോയത്. കേരളത്തിലെ മറ്റ് ജില്ലകളിലും ഇതുതന്നെയായിരുന്നു അവസ്ഥ. ഇന്ത്യയിലെ ജനങ്ങളെ വെറും തെണ്ടികളാക്കി വിദേശത്തു നിന്നും പണം പിടുങ്ങിക്കൊണ്ടുവരുന്ന ക്രൈസ്തവ സഭകളുടെ അപമാനമായ ഈ പൈശാചിക കൂട്ടങ്ങളെ, ഇവരുടെ കയ്യിലുള്ള യോഹന്നാന്റെ കള്ളപ്പണം പിടുങ്ങി തിന്നുവാൻ മത്സരിക്കുന്ന BJP കേരള നേതാക്കളെ നിയന്ത്രിക്കേണ്ടുന്നത് ഇനി RSS നേതൃത്വമാണ്. അതുപോലെ BJPയുടെ ഘടകകക്ഷിയായ BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയും ഇവർക്ക് അനർഹമായ സഹായങ്ങൾ കേന്ദ്രത്തെ സമീപിച്ച് ചെയ്തു കൊടുക്കുകയാണ്. പാർട്ടിക്ക് ഇതുവരെ ഇവരെ കൊണ്ട് എന്ത് പ്രയോജനം കിട്ടി എന്ന് പഠിക്കുക. പക്ഷേ വ്യക്തിപരമായി ഈ നേതാക്കൾക്ക് എന്ത് പ്രയോജനം കിട്ടി എന്നും കേന്ദ്ര നേതൃത്വം നിരീക്ഷിക്കുക. നീതിപീഠത്തെ വരെ വിലയ്ക്ക് വാങ്ങുവാൻ യോഹന്നാന്റെ കൊള്ള മുതൽ കൊണ്ട് പറ്റും എന്നാണ് ഇവർ വീമ്പിളക്കുന്നത്. ഇവർ പറയുന്നത് സാധ്യമാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. സത്യമേവ ജയതേ. അങ്ങനെ ആയിരിക്കണേ എൻ്റെ ദൈവമേ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.